2008 ഏപ്രിൽ 15 അംറോഹ, ഉത്തർപ്രദേശ്. അന്ന് രാത്രി 2 മണിക്ക് അവിടെയുള്ള ഒരു വീട്ടിൽ നിന്നും ആരോ അലറുന്ന ശബ്ദം കേട്ട് അയൽവാസിയായ ഹസ്മത് ഹുസൈൻ ഞെട്ടിയുണർന്നു. അതൊരു സ്ത്രീയുടെ നിലവിളിയാണെന്ന് മനസ്സിലാക്കിയ ഹസ്മത് നാട്ടുകാരെയും കൂട്ടി ആ നിലവിളി കേട്ട വീട്ടിലേക്കെത്തി. ആ വീട്ടിലുള്ളവരുടെ പേരെടുത്ത് വിളിക്കുകയും കതവിൽ തട്ടി നോക്കിയിട്ടും മറുപടിയില്ലാത്തതിനെ തുടർന്ന് വീടിന്റെ വാതിൽ പൊളിച്ച് അവർ അകത്ത് കയറി. വീടിനുള്ളിൽ കയറിയ അവർ കൊടൂരമായ ആ കാഴ്ച കണ്ട് അമ്പരന്നുപോയി. ആ വീട്ടിലുണ്ടായിരുന്ന 8 പേരിൽ 7 പേരെയും കഴുത്തിൽ വെട്ടി കൊടൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു. ആ വീട് മുഴുവൻ രക്തമായിരുന്നു. ആ വീട്ടിൽ ജീവനോടെ അവശേഷിച്ച ഒരേയൊരു വ്യക്തി 25 വയസ്സുള്ള ഷബ്നം എന്ന സ്ത്രീയായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് നാട്ടുകാർ ഷബ്നത്തിനോട് ചോദിച്ചപ്പോൾ കൊല്ലപ്പെട്ട തന്റെ അച്ഛനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ അലറിക്കരയുകയും ബോധം കെട്ട് വീഴുകയും ചെയ്തു. പിന്നീട് നാട്ടുകാർ പോലീസിനെ വിവരമറിയിച്ചപ്പോൾ ഉടൻ തന്നെ പോലീസും സംഭവസ്ഥലത്തെത്തി. വീട്ടിലുള്ള എല്ലാവരും കൊല്ലപ്പെട്ടിട്ടും ഷബ്നം മാത്രം ജീവനോടെ രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്നായിരുന്നു പോലീസിന്റെ ആദ്യത്തെ സംശയം. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്തെന്നാൽ കൊല്ലപ്പെട്ട എല്ലാവരും അവര് കിടന്ന അതേ സ്ഥലത്ത് തന്നെ ഉറങ്ങിക്കിടന്നപ്പോൾ കൊല്ലപ്പെട്ട രീതിയിലാണ് ഉണ്ടായിരുന്നത്. ഒരാളെ കൊല്ലുമ്പോൾ അയാളുടെ നിലവിളി കേട്ട് എന്തുകൊണ്ട് ബാക്കിയുള്ളവർ ഉണർന്നില്ല എന്ന് പോലീസ് സംശയിച്ചു. മാത്രമല്ല വീട്ടിലുള്ള 7 പേർ കൊല്ലപ്പെട്ടപ്പോഴും എന്തുകൊണ്ട് ഷബ്നം ഒരു ശബ്ദവും കേട്ടില്ല എന്നതും പോലീസ് സംശയിച്ചു. പിന്നീട് നടന്ന അന്വേഷണത്തിൽ ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും പുറത്തു വന്നു. ആ വീട്ടിലുണ്ടായിരുന്നവർ ആരൊക്കെയായിരുന്നു, ആരാണ് അവരെ ഇത്ര കൊടൂരമായി കൊലപ്പെടുത്തിയത്, അതിനുള്ള കാരണം എന്താണ് എന്നിവ ഉൾപ്പെടുന്ന അംറോഹ മർഡർ കേസിനെ പറ്റിയാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. വെൽക്കം ടു ദ ഹോണ്ടഡ് വെബ്. ഉത്തർപ്രദേശിലെ അംറോഹയിലുള്ള ഒരു ഗ്രാമമാണ് ഭാവൻഗേരി. അവിടെയാണ് ഗൃഹനാഥനായ ഷൗക്കത്ത് അലിയും അദ്ദേഹത്തിന്റെ ഭാര്യ ഹാഷ്മിയും താമസിച്ചിരുന്നത്. അനീസ് എന്നും റാഷിദ് എന്നും പേരുള്ള 2 ആൺകുട്ടികളും ഷബ്നം എന്നു പേരുള്ള ഒരു പെൺകുട്ടിയും അവർക്കുണ്ടായിരുന്നു. അനീസിന്റെ ഭാര്യയുടെ പേരാണ് അംജും. അവർക്ക് 7 മാസം പ്രായമുള്ള ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു. 25 വയസ്സുള്ള ഷബ്നം ഇംഗ്ലീഷിലും ജോഗ്രഫിയിലും ബിരുദാനന്തര ബിരുദം വാങ്ങി നാട്ടിലെ ഒരു സ്കൂളിൽ ടീച്ചറായി ജോലി ചെയ്യുകയായിരുന്നു. ധനികനായ ഷൗക്കത്ത് അലി പാവപ്പെട്ടവരെ സഹായിക്കുന്നതിലും തൽപരനായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കും ആ കുടുംബത്തെ വലിയ കാര്യമായിരുന്നു. അങ്ങനെയിരിക്കെയാണ് 2008 ഏപ്രിൽ 14 തീയതി ഷബ്നത്തിന്റെ കസിനായ 14 വയസ്സുള്ള റാബിയയും അവരുടെ വീട്ടിലെത്തിയത്. അന്ന് രാത്രി ഭക്ഷണം കഴിച്ച് പാലും കുടിച്ച ശേഷം അവരെല്ലാം ഉറങ്ങാൻ കിടന്നു. അതിനുശേഷമാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ കൊടൂരമായ ആ സംഭവം അവിടെ അരങ്ങേറിയത്. കൊല്ലപ്പെട്ട 7 പേരിൽ 7 മാസം പ്രായമുള്ള ആ കുഞ്ഞും ഉൾപ്പെടുന്നു. ഷബ്നത്തിന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും നാത്തൂനും അവരുടെ കുഞ്ഞും ഉൾപ്പെടെ ആ വീട്ടിലെ എല്ലാവരും കൊല്ലപ്പെട്ടു. വെളുപ്പിനെ 3 മണിക്ക് സംഭവസ്ഥലത്തെത്തിയ പോലീസ് ഷബ്നത്തിന് ഫസ്റ്റ് എയ്ഡ് എല്ലാം കൊടുത്ത ശേഷം നാട്ടുകാരെ ചോദ്യം ചെയ്തപ്പോൾ ആർക്കും ഒന്നും അറിയില്ല. അതിനുശേഷം പോലീസ് ഷബ്നത്തിനോട് കാര്യം തിരക്കിയപ്പോൾ അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്: എല്ലാ ദിവസവും അമ്മയോടൊപ്പം കിടക്കാറുള്ള ഞാൻ അന്ന് രാത്രിയിൽ ചൂട് കാരണം ടെറസിലാണ് കിടന്നത്. രാത്രി ഏകദേശം 2 മണിയൊക്കെ ആയപ്പോൾ മഴ പെയ്തതിനെ തുടർന്ന് ഞാൻ താഴേക്ക് വന്നു. അപ്പോൾ മുകളിൽ കൂടി ആരോ ഓടുന്ന പോലെയുള്ള ശബ്ദം ഞാൻ കേട്ടിരുന്നു. താഴെ വന്ന് നോക്കിയപ്പോൾ എല്ലാവരും മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. കരഞ്ഞുകൊണ്ട് ഷബ്നം ഇത്രയും കാര്യങ്ങൾ ഓർത്തു പറഞ്ഞു. എന്നാൽ വീട്ടിലേക്ക് ആരും അതിക്രമിച്ചു കിടന്നതിന്റെയോ ഒരു മൽപ്പിടുത്തം നടന്നതിന്റെയോ ലക്ഷണങ്ങളില്ല. വീട്ടിൽ നിന്നും ഒന്നും മോഷണം പോയിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ കൊലയാളികൾ വീട്ടിലേക്ക് കയറിയത് എങ്ങനെയാണ്, കൊലപാതകത്തിനുള്ള കാരണം എന്താണ് എന്നിങ്ങനെ ഒരുപാട് സംശയങ്ങൾ പോലീസിനുണ്ടായിരുന്നു. ഈ സമയത്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നത്. 7 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ശരീരത്തിലൊഴികെ കൊല്ലപ്പെട്ട ബാക്കി 6 പേരുടെ ശരീരത്തിൽ ഉറക്ക ഗുളികയുടെ സാന്നിധ്യം കണ്ടെത്തി. അവർ 6 പേരെയും മൂർച്ചയേറിയ ഒരു ആയുധം കൊണ്ട് കഴുത്തിൽ വെട്ടിയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. 7 മാസം പ്രായമുള്ള കുഞ്ഞിനെ മാത്രം വെട്ടിയല്ല, മറിച്ച് കഴുത്തു ഞെരിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് ഡോഗ് സ്ക്വാഡും മറ്റു പോലീസും ചേർന്ന് ആ വീടും പരിസരവും അരിച്ചുപെറുക്കിയപ്പോൾ ഉറക്ക ഗുളികയുടെ ഒരു 4 സ്ട്രിപ്പ്
കണ്ടെത്തി. മാത്രമല്ല വീടിനടുത്തുള്ള ഒരു കിണറ്റിൽ നിന്നും രക്തക്കറ പുരണ്ട ഒരു കോടാലിയും ഷർട്ടും കണ്ടെത്തി. ഫോറൻസിക് പരിശോധനയിലൂടെ കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധം ഈ കോടാലിയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ പോലീസിന്റെ സംശയം മുഴുവൻ ഷബ്നത്തിലേക്കായി. രാത്രി ഭക്ഷണത്തിലോ പാലിലോ മറ്റോ ഉറക്കഗുളിക കലക്കി നൽകിയത് ഷബ്നമാണോ എന്ന് പോലീസ് സംശയിച്ചു. അങ്ങനെ ഷബ്നത്തിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തപ്പോൾ തനിക്കൊന്നും അറിയില്ല എന്നാണ് അവൾ ആദ്യം പറഞ്ഞതെങ്കിലും പിന്നീട് 2 ദിവസം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അവൾ ഞെട്ടിപ്പിക്കുന്ന ചില സത്യങ്ങൾ വെളിപ്പെടുത്തി. ഞാനല്ല, സലീമാണ് കൊലയാളിയെന്നായിരുന്നു ഷബ്നം വെളിപ്പെടുത്തിയത്. നാട്ടിലെ ഒരു കൂലിപ്പണിക്കാരനാണ് സലീം. ഷബ്നവും സലീമും പ്രണയത്തിലായിരുന്നു. ഇരട്ട ബിരുദാനന്തര ബിരുദം നേടിയ ഒരു ടീച്ചറാണ് ഷബ്നം. എന്നാൽ 6ാം ക്ലാസ്സിൽ തോറ്റ താഴ്ന്ന സമുദായത്തിൽപ്പെട്ട ഒരാളാണ് സലീം. അതുകൊണ്ട് തന്നെ അവരുടെ ബന്ധത്തെ എതിർത്ത ഷബ്നത്തിന്റെ വീട്ടുകാർ അവർ പരസ്പരം കാണുന്നതും വിലക്കി. എന്നാൽ അവരുടെ ബന്ധം അവസാനിപ്പിക്കാൻ പറ്റാത്ത തരത്തിൽ ഷബ്നം 2 മാസം ഗർഭിണിയായിരുന്നു. ഈ കാര്യം വീട്ടുകാരറിഞ്ഞാൽ തങ്ങളെ കൊന്നുകളയുമെന്ന് ഷബ്നവും സലീമും ഭയപ്പെട്ടു. സോ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി വീട്ടുകാരെ കൊല്ലുക എന്ന മൃഗീയമായ വഴി അവർ തിരഞ്ഞെടുത്തു. വീട്ടുകാരെല്ലാം മരിച്ചാൽ ആ സ്വത്തുക്കൾ മുഴുവൻ തനിക്ക് കിട്ടുമെന്നും സലീമുമായി ഒരുമിച്ച് ജീവിക്കാമെന്നും ഷബ്നം കരുതി. മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്തു വഴി ഉറക്ക ഗുളിക അവർ സംഘടിപ്പിച്ചു. അങ്ങനെ അവരുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനിരുന്ന അതേ ദിവസം അപ്രതീക്ഷിതമായി ഷബ്നത്തിന്റെ കസിൻ റാബിയ അവരുടെ വീട്ടിലെത്തി. അങ്ങനെ ഷബ്നം സലീമിനെ കോൾ ചെയ്ത് നമ്മുടെ പ്ലാൻ മറ്റൊരു ദിവസത്തേക്ക് മാറ്റാമെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ കാര്യമില്ല, നിന്റെ കസിനെയും കൂടി ചേർത്ത് കൊലപ്പെടുത്താം, അപ്പോൾ നമ്മളെ ആരും സംശയിക്കില്ലെന്ന് സലീം പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രിയിൽ പാലിൽ ഉറക്കഗുളിക കലക്കി ഷബ്നം വീട്ടുകാർക്ക് നൽകി. അല്പസമയത്തിന് ശേഷം വീട്ടുകാർ മയങ്ങിയെന്ന് മനസ്സിലാക്കിയ ഷബ്നം സലീമിനെ കോൾ ചെയ്ത് വിവരമറിയിച്ചു. മൂർച്ചയേറിയ ഒരു കോടാലിയുമായി വീട്ടിലെത്തിയ സലീം അവരെ ഓരോരുത്തരെയായി വെട്ടിക്കൊലപ്പെടുത്തി. ഷബ്നം അത് കണ്ടുനിന്നു മാത്രമല്ല സലീമിന് വെട്ടാൻ പരുവത്തിന് തന്റെ വീട്ടുകാരുടെ തല പിടിച്ചു കൊടുക്കുകയും ചെയ്തു. ഒടുവിൽ 7 മാസം പ്രായമുള്ള ആ കുഞ്ഞിനെ ഷബ്നം കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തി. കാമുകനുമായി ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തന്റെ കുടുംബത്തെ മുഴുവൻ കൊടൂരമായി കൊന്ന ഷബ്നത്തിന്റെ കേസ് ഇന്ത്യ മുഴുവൻ നടുക്കി. അറസ്റ്റിലായ ഷബ്നം 2008 ഡിസംബറിൽ ജയിലിനുള്ളിൽ വെച്ച് ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. വീട്ടുകാർ തങ്ങളുടെ ബന്ധത്തെ എതിർത്ത ദേഷ്യത്തിൽ സലീമാണ് അവരെ കൊലപ്പെടുത്തിയത് എന്ന് ഷബ്നവും ഞങ്ങൾ രണ്ടുപേരും ചേർന്നാണ് ഇത് ചെയ്തതെന്നും അന്ന് രാത്രിയിൽ ഷബ്നമാണ് എന്നെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതെന്ന് സലീമും പല രീതിയിൽ മൊഴിമാറ്റി പറഞ്ഞെങ്കിലും 2010 ജൂലൈയിൽ കോടതി അവർക്ക് 2 പേർക്കും വധശിക്ഷ വിധിച്ചു. വിധിക്കെതിരെ സുപ്രീം കോടതിയെ അവർ സമീപിച്ചെങ്കിലും കാര്യമുണ്ടായില്ല. അതിനുശേഷം എന്റെ അച്ഛനെയും അമ്മയെയും കൊല്ലരുത്, ഞാൻ അനാഥനാകുമെന്ന് കാണിച്ചുകൊണ്ട് അവരുടെ മകന്റെ പേരിൽ പ്രസിഡന്റിന് ഒരു ദയാഹർജി നൽകിയെങ്കിലും അതും തള്ളി. സ്വതന്ത്ര ഇന്ത്യയിൽ വധശിക്ഷ നടപ്പിലാക്കപ്പെടുന്ന ആദ്യത്തെ സ്ത്രീയായി ഷബ്നം മാറും. സ്ത്രീകളെ തൂക്കിലേറ്റാനുള്ള ഒരേയൊരു അറ യുപിയിലെ മധുര ജയിലിലാണ് ഉള്ളത്. ഇതുവരെ തുറക്കാത്ത ആ അറ ഇന്ന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഷബ്നത്തിന്റെ മരണ വാറന്റിനായി കാത്തിരിക്കുന്നു. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് നൽകി സപ്പോർട്ട് ചെയ്യാനും ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ ഗുഡ് ബൈ.